ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗീതുസ് ഹെയർ കെയർ. എല്ലാവരും പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങളും ചെറിയ തോതിലൊക്കെ പെരുന്നാൾ ആഘോഷിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഹെയർ സ്പാ എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഞാൻ 2-3 ദിവസം മുൻപ് അതിന്റെ ഒരു ക്രീം, നമ്മളിത് ചെയ്യുന്നത് ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്ന സെയിം ക്രീം വെച്ചിട്ട് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. സ്ട്രീക്സിന്റെ ക്രീമാണ്. ഹെയർ സ്പായുടെ ക്രീമാണ് ഞാനിവിടെ മേടിച്ചിരിക്കുന്നത്. അപ്പോ ഇതിന്റെ റിവ്യൂല് ഞാനൊരു കമന്റ് കണ്ടിട്ടെല്ലാം നിർത്തി കെമിക്കൽ ടിപ്സ് തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലുമില്ല. ഇത് ചെയ്യാൻ കാരണം എന്റെ അടുത്ത് 2-4 പേര് ഹോസ്റ്റലേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ ക്രീം ഉപയോഗിച്ചിട്ട് ഹെയർ സ്പാ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളത് ചേച്ചി കാണിച്ചു തരും, ഞങ്ങൾക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ അങ്ങനെ ക്രീംസ് വെച്ചിട്ട് അങ്ങനെ ചെയ്തത് പറയാനായിട്ട് എനിക്കൊരു ക്രീം ഇല്ല. അപ്പോ അതിന് ഞാനൊന്ന് നോക്കിയതാണ് ഇത് നല്ലതാണോ എന്നുള്ളത്. ലോറിയലിന്റെ ഒക്കെ കുഴപ്പമില്ല കേട്ടോ. ഇത് അപ്പൊ എനിക്ക് കിട്ടിയത് സ്ട്രീക്സിന്റെയാണ്. അപ്പൊ ഞാൻ ചെയ്ത് നോക്കി, നല്ലതാണ്. എന്റെ ഹെയറിന് ഇതുവരെ മുടി കൊഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഹെയർ സ്പാ സ്ട്രീക്സിന്റെ ക്രീം വെച്ചിട്ട് ഇതിന് വില ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 535 രൂപയാണ്. നമ്മള് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2000 ആണെന്ന് തോന്നുന്നുണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് ഹെയർ സ്പാക്കൊക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3-4 വട്ടം ചെയ്യാനായിട്ട് പറ്റും. 5 അതിലും കൂടുതൽ വട്ടം നമുക്ക് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലത്തെ ജടയെല്ലാം കളയാനായിട്ട് നോക്കാം. അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെയർ സ്പാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ ഒട്ടും ഓയിൽ ഇടാതിരിക്കുക. അന്നത്തെ ദിവസം അതിന്റെ തലേ ദിവസം ഒട്ടും ഓയിൽ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഞാനിവിടെ ക്രീം അപ്ലൈ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഹെയർ വാഷ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം ഹസ്ബൻഡിന് ഇന്ന് ഡ്യൂട്ടിയാണ്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ, ഓഫിന്റെ അന്ന് മാത്രമേ എനിക്ക് DIY ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്നതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിത് സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഏറ്റവും സിമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ അത് കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ക്രീം അപ്ലൈ ചെയ്യുക, അതേപോലെ ജസ്റ്റ് നമ്മൾ ഡെയിലി വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ സ്റ്റെപ്പ് എന്ന് പറയാനായിട്ട്. പിന്നെ ഇത് ആ ഹോസ്റ്റലേഴ്സ് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇത് ഇടാൻ കാരണം. നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സ്പാ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ 2 ദിവസം മുന്നേ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോഫി പൗഡർ വെച്ചിട്ട്. അവക്കാഡോ വെച്ചിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അതും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്, ഹെയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഇതിൽ അപ്ലൈ ചെയ്യാം. ഇത് ഈ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. നന്നായി സ്കാൾപ്പും ഹെയറൊക്കെ നന്നായി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇത് ചെയ്തപ്പോ എനിക്ക് നല്ല റിസൾട്ട് ആയിട്ടാ തോന്നിയത്. എന്റെ മുടിയൊന്നും വലിയ രീതിയിൽ കൊഴിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ ആളുകള് പറയുന്നുണ്ട്, ഗീതു ഞങ്ങളുടെ മുടി ഇപ്പോഴും 50 മുടിയോളം കൊഴിയുന്നുണ്ട് ഗീതു. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ മുടിയും ഡെയിലി ഒരു 50 മുടിയോളം കൊഴിയുന്നുണ്ട്. 50 മുടിയൊന്നും മുടി കൊഴിച്ചിലല്ല.
ഇന്നലെ ഞാൻ വലിയ പ്രതീക്ഷയില് ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈൽസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 8 നിലയിൽ ചീറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട വീഡിയോ ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. പക്ഷെ അതിന് ഒരുപാട് കമന്റ്സ് വന്നിരുന്നു, ഒരുപാട് ഡിസ്ലൈക്ക് വന്നിട്ടുണ്ട്. കാരണം വേറൊന്നല്ല, ഇത് ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. കാരണം സംഭവം ശരിയാണ്, എല്ലാവർക്കും അറിയുന്ന ഹെയർ സ്റ്റൈൽസ് തന്നെയാണ്. പിന്നെ ഞാനത് ചെയ്യാനായിട്ട് 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഒരുപാട് പേര് എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഹെയർ സ്റ്റൈൽസ് ചെയ്യാവോ എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവർ ഇതല്ല ഉദ്ദേശിച്ചത്, കുറച്ച് ഇപ്പോഴത്തെ ട്രെൻഡ്സിലുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് അവർ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെ, നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചില് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പില് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. അപ്പൊ അതില് പ്രൊഫൈൽ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോ ഒരു കൊച്ചിന്റേത് നെറ്റി ഭയങ്കര കൂടിയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ആ കുട്ടി മുടി കെട്ടിയിരിക്കുന്നത് മോളിലേക്ക് ഇങ്ങനെ വലിച്ചു വെച്ചാണ് കെട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അന്നൊന്നും എനിക്ക് ഒരുപാട് പേരുടെ മെസ്സേജ് വരുമ്പോ ആരുടെയും ഫോൺ ഹാങ് ആയിട്ട് എടുക്കാനേ പറ്റാറില്ല. പക്ഷെ ഇത് കണ്ടപ്പോ ഞാൻ വേഗം ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ മുടി കെട്ടരുത്, നെറ്റി ഇനിയും കയറിപ്പോകും. കാരണം അത് കാണുമ്പോ തന്നെ നമുക്ക് തന്നെ എന്തോ പോലെയോ. കാരണം ഇത്രയും നെറ്റി ഉണ്ടായിട്ട് കൂടി ആ കുട്ടിക്ക് മാച്ച് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ അറിഞ്ഞൂടാ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്നലത്തെ വീഡിയോ ഇട്ടത് തന്നെ. കാരണം ഒരുപാട് പേർക്ക് അവർക്ക് മാച്ച് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ അറിയുന്നുണ്ടാവില്ല. കാരണം നെറ്റിയൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മുകളിലേക്ക് വലിച്ചിരി കെട്ടരുത്. സൈഡിലേക്ക് ഇരുന്നതാണ് ഇപ്പോഴും വൃത്തി ഉണ്ടാവുക. അവർക്ക് നേരെ വകച്ചിലെടുക്കുന്ന വൃത്തി ഉണ്ടാവില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തത്, നമ്മള് ഒരുപാട് എന്താ പറയാ, ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഹെയർ സ്റ്റൈലൊന്നും എനിക്ക് ഇന്നലെ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. ബേബി ഉറങ്ങുന്ന സമയത്ത് ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ ഈ കുഞ്ഞു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തത്. എന്തായാലും കുഴപ്പമില്ല, പോട്ടെ, നമുക്ക് വീണ്ടും ഒരെണ്ണം കൂടി ചെയ്യാം. ഹസ്ബൻഡിന് ഓഫ് ഉള്ളപ്പോ നല്ല ഹെയർ സ്റ്റൈൽസിന്റെ ഒരു വീഡിയോ കൂടി ഇടാം. ഞാൻ നല്ല പ്രതീക്ഷയിലിട്ട് ഇന്നലത്തെ വീഡിയോ ആണത്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് വെറുതെ ഒന്ന് ഒരു ഡെയിലി ഇടുന്ന പോലെ ഇട്ടിട്ടുള്ള പ്ലസ് വ്യൂവേഴ്സ് കിട്ടുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച് ഇടുന്ന വീഡിയോസിനൊന്നും ആവില്ല വ്യൂ കിട്ടുക. ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ട്, വീട്ടില് ബ്യൂട്ടി പാർലറിലല്ല ഉദ്ദേശിക്കുന്നത്, വീട്ടിൽ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ കുറച്ച് നല്ല ഇതിൽ കിടക്കും. അതായത് നമ്മൾ ഷാമ്പു കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഒന്നുകൂടി ഉള്ളു തോന്നിക്കുക, അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുക, നല്ല സിൽക്കി ഹെയർ ആയിട്ട് കിടക്കുക. അപ്പൊ സെയിം മെത്തേഡ് തന്നെ ഷാമ്പും കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ഹെയറിന് കുറച്ച് സ്ട്രോങ് ആകാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൂടിയാണ് ഹെയർ സ്പാ എന്ന് പറയുന്നത്. അപ്പൊ അത് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്നതും വീട്ടിൽ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ വീട്ടിൽ ചെയ്യുന്ന ആ പാക്ക് മേടിക്കുന്നത് വെറും 500 രൂപയ്ക്കാണ്, 535 രൂപയാണ് ആ ഒരു പാക്കിന്. ആ പാക്ക് ഒരെണ്ണം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 വർഷം വരെ ചെയ്യാനായിട്ടുള്ള ക്രീം അതിലുണ്ടാകും. അപ്പൊ നമുക്ക് 535 രൂപയുടെ ചെലവേ വരുന്നുള്ളൂ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വട്ടം ചെയ്യുന്നതിന് 2000 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഹെയറിന്റെ ലെങ്ത്തും തിക്കും അനുസരിച്ചിട്ടാണ് അവര് റേറ്റ് പറയുക. അപ്പൊ 2000 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് ഹെയറിലേക്ക് ആവശ്യത്തിന് കൂടുതൽ അവർ ക്രീം അപ്ലൈ ചെയ്യും. കാരണം അത് നമ്മൾ ആ ചെയ്ത് അപ്പൊ തന്നെ ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ക്രീം അപ്ലൈ ചെയ്യും. അതും പോരായ്മ തീർക്കാനായിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം അവര് ഹെയർ ഡ്രയർ വെച്ച് നന്നായി ചൂടിൽ തന്നെ, കാരണം നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പോവണ്ടേ ബ്യൂട്ടി പാർലറിന്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു ഇതായിട്ട് തോന്നണമെങ്കിൽ അത് ഉണങ്ങി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കാണിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് നല്ല രീതിയിൽ തന്നെ ഹെയർ ഡ്രയർ യൂസ് ചെയ്യും. അപ്പോ അതുകൊണ്ട് നമ്മുടെ മുടിക്കും പൊട്ടയാണ്. ഒരുപാട് ക്രീം ഉപയോഗിക്കുമ്പോൾ മുടിക്കും പൊട്ടയാണ്, ഹെയർ ഡ്രയർ ഉപയോഗിക്കുമ്പോൾ അതും പൊട്ടയാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 535 രൂപയ്ക്ക് നമുക്ക് 1 വർഷം വരെ നമുക്ക് ഹെയർ സ്പാ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഡ്രയർ നമ്മൾ ഉപയോഗിക്കുന്നില്ല, അപ്പൊ മുടി കൊഴിച്ചിലുണ്ടാവില്ല. അതുപോലെ ആവശ്യത്തിന് ക്രീമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ആവശ്യത്തിൽ കൂടുതലൊന്നും മുടിയിൽ ക്രീം ഇട്ടെന്ന് വെച്ചിട്ട് നമുക്ക് അത്രയ്ക്ക് നന്നായിട്ടൊന്നും കിടക്കൊന്നുമില്ല. അതുതന്നെ ആവശ്യത്തിന് മാത്രമേ. വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്.
ആണ്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കുറച്ച് ലെങ്ത് കൂടിപ്പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്പീഡ് കുറച്ച് കൂട്ടി കൊടുത്ത്. അപ്പോ സ്പീഡ് കൂട്ടിയതിനു ശേഷം ഞാൻ പിന്നെ അത് വീഡിയോ ഓപ്പൺ ചെയ്തില്ല, നേരെ അപ്ലോഡ് ആണ് കൊടുത്തത്. അപ്ലോഡ് ചെയ്ത് കമന്റ്സ് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സംസാരിക്കുന്നതിന്റെ ഇടയിൽ മ്യൂസിക് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതെന്റെ പേരിൽ വന്നിട്ടുള്ള വലിയൊരു മിസ്റ്റേക്ക് ആണ്, സോറി. അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മള് അപ്പൊ പറഞ്ഞിട്ടുള്ള ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറെ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നമാണ് മുടിയിൽ ബാഡ് സ്മെല്ല് വരിക എന്നുള്ളത്. വിയർപ്പിന്റെയും അതുപോലെ നമ്മൾ ഓരോ ഹെയർ പാക്കോ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മുടിക്ക് പൊട്ട സ്മെല്ല് വരും ചിലർക്ക്, എഗ് പാക്ക് ഒക്കെ ഇടുമ്പോൾ. അപ്പൊ അത്തരത്തിലുള്ള സ്മെല്ല് മാറാനായിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ അപ്പൊ പറഞ്ഞിട്ടുണ്ടായത്. അത് 4 ടിപ്സ് ആണ് ഉള്ളത്. ഒന്ന്, നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ തുളസിയുടെ ഇലയില്ലേ, കൃഷ്ണ തുളസി, രാമ തുളസി, കർപ്പൂര തുളസി, അങ്ങനത്തെ ഏതെങ്കിലും ഒരു തുളസിയുടെ ഇല എടുത്തിട്ട് ഒരു പിടി നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്കൊക്കെ നല്ല സ്മെല്ല് ഉണ്ടാവും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നമ്മുടെ വെളിച്ചെണ്ണയുടെ സ്മെല്ല് ചിലർക്ക് പറ്റില്ല. അതായത് സവാളയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ കാച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കൊന്നും പറ്റില്ല. അപ്പൊ ആ വെളിച്ചെണ്ണയിൽ ഒരു കഷ്ണം അല്പം പച്ചക്കർപ്പൂരം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് നല്ല സ്മെല്ല് ഉണ്ടാവും. പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയർ സെറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മേടിക്കുന്ന ഹെയർ സെറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ല് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഹെയർ സെറം ആണെന്നുണ്ടെങ്കിലും സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് റോസ് വാട്ടർ ആഡ് ചെയ്താൽ മതി. റോസ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ല് കിട്ടും. പിന്നെ ഹെയറിന് നല്ല സ്മെല്ല് ഉണ്ടാകാനായിട്ട്, ഇപ്പൊ തിരക്കുള്ള ആളുകൾക്കൊന്നും പറ്റിയ പരിപാടിയല്ല, അല്ലാതെ ഞാൻ പറയാം, മുടി ഉണക്കാനായിട്ട് ഒരു പാത്രം കിട്ടും, മൺപാത്രം, ഹോളൊക്കെ ആയിട്ടുള്ളത്. അതില് കുന്തിരിക്കം മേടിച്ചിട്ട് ആ പുക കൊണ്ട് മുടി ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്ന ടിപ്പ്. ആർക്കും കേൾക്കാൻ പറ്റിയില്ല എന്ന് ഒരുപാട് കമന്റ്സ് കണ്ടു. പിന്നെ നമ്മളെ ഹെയർ സ്റ്റൈലിന്റെ നല്ല വീഡിയോ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇടാം. ഇന്നലത്തെ വീഡിയോ ആർക്കും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു, സോറി. ഞാൻ എന്താ പറയാ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇതിൽ നല്ലൊരു ടിപ്പായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഇറ്റ്സ് മീ ഗീതു.